ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അയല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടതായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 വലിയ അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് പെരക്കി നന്നായി കഴുകി അതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് 500 ഗ്രാം ഉണ്ടാകും. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൽ വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പുളിനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിഴിഞ്ഞൊഴിക്കാൻ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പുളിനാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തിക്ക് പേസ്റ്റായിട്ട് ഉണ്ടാവണം. അതിനുവേണ്ടി ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. കൂടുതൽ ലൂസായി പോകരുത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല മീനിലോട്ട് പുരട്ടി കൊടുക്കാം. എല്ലാം നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. മസാല അധികം ലൂസായി പോകാൻ പാടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയൊക്കെ ഓയിലായി പോകും. ഇതിന് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഒന്ന് പിടിച്ചോട്ടെ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു കൊടുത്തു. ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല. മസാലകളൊക്കെ എണ്ണയിലോട്ടേക്കായി പോകും. നമുക്ക് ഈ മീൻ ഓരോന്നായി പാനിൽ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മസാലയുടെ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. കൊതിപ്പിക്കുന്നൊരു മണം. നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും. അതുകൂടാതെ അടിക്ക് പിടിച്ച് പോകാതിരിക്കാനും നല്ലതാണ്. ഒട്ടിപ്പിടിക്കില്ല. കുറച്ച് വലിയ മീനായതുകൊണ്ട് നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം വെന്തിട്ടുണ്ട്. അടച്ച് വെച്ച് വീണ്ടും കുറച്ച് സമയം കുക്ക് ചെയ്യാം. മീനെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.